نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് അവൻ്റെ തൃപ്തരായ ദാസന്മാരായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ ആയിട്ടാണ് ലോകം ഈ ദിവസം ആചരിച്ചു വരുന്നത്. അഥവാ ലോക പ്രണയ ദിനം എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ തമ്മിൽ അവരുടെ ഇഷ്ടങ്ങൾ അറിയിക്കുവാനും അതുപോലെ തന്നെ സമ്മാനങ്ങൾ കൈമാറുവാനും മറ്റ് ആഘോഷങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ദിവസമായിക്കൊണ്ടാണ് വാലന്റൈൻ ഡേ ലോകത്ത് പല രാജ്യങ്ങളിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ ഓരോ ദിവസത്തിനും പ്രത്യേക പേരുകൾ നൽകിയാണ് ഇത്തരം ആളുകൾ ഇത് ആഘോഷിച്ചു വരുന്നത്. ഈ വാലന്റൈൻ ഡേയുടെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് എന്ന് പറയുന്ന ചക്രവർത്തി, അദ്ദേഹത്തിന് നാട്ടിൽ യുദ്ധം ആവശ്യമായി വന്നപ്പോൾ യുദ്ധത്തിലേക്ക് യുവാക്കളായിട്ടുള്ള ആളുകൾ താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. അദ്ദേഹത്തിന് കിട്ടിയ വിവരം, യുവാക്കള് യുദ്ധരംഗത്തേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാരണം വൈവാഹിക ജീവിതവും കുടുംബ ജീവിതവുമായി ആളുകൾ വ്യാപൃതരാകുന്നത് കൊണ്ടാണ് യുദ്ധമുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ സൈന്യത്തിലേക്ക് ആളുകൾ കടന്നു വരാത്തത്. അങ്ങനെ ഉടനെ അദ്ദേഹം ഒരു വിളംബരം പ്രഖ്യാപിക്കുകയാണ്. ഇനി മുതൽ ഈ രാജ്യത്ത് വിവാഹം പാടില്ല, ഞാനും വിവാഹിതരാകാൻ പാടില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ നാട്ടിലെ ഒരു ബിഷപ്പ് ആയിരുന്നു വാലന്റൈൻ. ഒരാളുടെ പേരാണ് വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പ്. ആ നാട്ടിൽ സ്നേഹിച്ച് നടക്കുന്ന യുവതീ യുവാക്കൾക്ക് സ്വകാര്യമായി വിവാഹം ചെയ്തു കൊടുത്തു എന്നും ഇത്
ക്ലോഡിയസ് രാജാവ് ചക്രവർത്തി അറിയുകയും വാലന്റൈൻ എന്ന് പറയുന്ന ഈ ബിഷപ്പിനെ ജയിലിൽ അടക്കുകയും ചെയ്തു. ജയിലിൽ അടച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ചില ടെസ്റ്റുകൾ കാണുന്നുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ജയിൽ വാർഡന്റെ അന്ധയായ മകളെ സ്നേഹിച്ചു വന്നു. അവസാനം AD 2069 ഫെബ്രുവരി 14 എന്ന ഈ തീയതിക്ക് അദ്ദേഹത്തെ ചക്രവർത്തി വെട്ടിക്കൊലപ്പെടുത്തുവാൻ വേണ്ടി ഓർഡർ ഇടുകയും അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അത് ഫെബ്രുവരി 14 അതുകൊണ്ടാണ് ഈ വാലന്റൈൻ ഡേ എന്ന പേരിൽ ലോകത്ത് പിന്നീട് കമിതാക്കളായിട്ടുള്ള ആളുകൾ, സ്നേഹിക്കുന്ന ആളുകൾ, പ്രേമിക്കുന്ന ആളുകൾ ഇങ്ങനെ ആചരിക്കുവാനുള്ള കാരണമെന്നും ചരിത്രം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കാനുള്ള കാരണം, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ സമുദായത്തിലാണെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു ദുരവസ്ഥ, മിക്ക കല്യാണങ്ങളും സ്നേഹിച്ചും പ്രേമിച്ചുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു പരമാർത്ഥമായിക്കൊണ്ട് ഇന്ന് മാറുകയാണ്. അവിടെ ഒരിക്കലും ഒരു സൂഫിയോട് ചോദിച്ചു, എന്താണ് ഈ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം? അപ്പേ തത്വജാനിയായ സൂഫി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. പ്രേമം എന്ന് പറയുന്നത് ഒരു ചെടിയിലുണ്ടാവുന്ന പൂവ്, ആ പൂവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ശിഖരങ്ങളും ഇലകളുമെല്ലാം മുറിച്ച് ഒടിച്ച് നശിപ്പിച്ച് ആ പൂവിനെ സ്വന്തമാക്കുന്നതാണ് പ്രേമം. എന്നാൽ സ്നേഹം എന്ന് പറഞ്ഞ അദ്ദേഹം വ്യാഖ്യാനിച്ചത് ആ ചെടിയിലുള്ള പൂവിനെ വളർത്തുവാൻ വേണ്ടി വെള്ളവും വളവും നൽകി അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കുന്നതാണ് സ്നേഹം എന്നുള്ളത്. വളരെ വിശാലമായ ഒരു അർത്ഥമാണ്, വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ഒരു മനുഷ്യന്റെ പ്രത്യേകിച്ചും യുവതി യുവാക്കളുടെ ഒരു പ്രത്യേക കാലമാണല്ലോ ഈ യൗവന കാലഘട്ടം. ഈ യൗവന കാലഘട്ടങ്ങളിൽ ശക്തമായ ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഈ പ്രണയത്തെ എങ്ങനെ തിരിച്ചുവിടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നുണ്ട്, പ്രേമം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നത് സംഗതി വസ്തുതയാണ്. മനുഷ്യരിൽ അലങ്കാരമായി തോന്നപ്പെടുന്ന ഒരു സംഗതിയാണ് സ്ത്രീകളോടുള്ള സ്നേഹം, സ്ത്രീകളോടുള്ള പ്രേമം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു ചരിത്രമുണ്ട്, ഒരു കഥയുണ്ട്. ആ കഥയിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായിരിക്കുന്ന സമയത്ത് ഈജിപ്തിലെ അസീസിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന അസീസിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വല്ലാതെ പ്രേമിച്ചിരുന്നു എന്ന് തന്നെയാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം. ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണയുള്ള ഒരു സ്നേഹമല്ല. ഒരു സ്ത്രീക്ക് പുരുഷനോടുണ്ടാകുന്ന സ്നേഹത്തിന്റെ അങ്ങേയറ്റമാണ് പ്രേമം. അത് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം അങ്ങനെയാണ്. അവനോടുള്ള പ്രേമം അവളുടെ മനം കവർന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത്രയും സ്നേഹമായിരുന്നു. ആ സ്നേഹം പിന്നീട് ഇത് കാമങ്ങളിലേക്ക് പോവുകയാണ്. സ്നേഹത്തിന്റെ പല ഘട്ടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുന്ന ആളുകൾ പറയുന്നത് പ്രേമത്തിന് 3 ഘട്ടങ്ങളാണുള്ളത് എന്നാണ്. ഒന്ന് ലസ്റ്റ്, മറ്റൊന്ന് അറ്റൻഷൻ, അതുപോലെ തന്നെ മറ്റൊന്ന് അറ്റാച്ച്മെന്റ്. ഈ 3 ഘട്ടങ്ങൾ പ്രേമത്തിനുണ്ടാവുന്ന പറയുന്നത്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സുലൈഖ എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറയപ്പെട്ടിട്ടില്ല എങ്കിലും ആ സഹോദരിക്കുണ്ടായിരുന്നത് ഒരു തരം കാമമായി പിന്നീട് രൂപാന്തരപ്പെടുകയാണ്. സൂറത്ത് യൂസുഫിൽ തന്നെ പറയുന്നുണ്ട്,
പെണ്ണിന് അതിന് മാത്രം പ്രേമമായി, അതിന് മാത്രം സ്നേഹമായി യൂസുഫിനോട്. ഏതുവരെ എത്തി? അവരുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്ന സമയത്ത് തന്റെ ഇംഗിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആ മഹദി വസ്തബക്കൽ ബാബ് യൂസുഫ് അലൈഹിസ്സലാം മുന്നിലും ഈ സഹോദരി ഈ പെണ്ണ് പിന്നിലുമായി യൂസുഫിന്റെ പിന്നാലെ കൂടുകയാണ് തന്റെ ഇംഗിത പൂർത്തീകരണത്തിന് വേണ്ടി. വഖദ്ദത്ത് ഖമീസുഹു മിൻ ദുബരിൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുപ്പായം ബാക്കിൽ നിന്ന് പിടിച്ചു കീറി, കുപ്പായം പിടിച്ചു. ഇതെന്താ? ഇതൊരു സ്നേഹത്തിന്റെ അതിന്റെ അദമ്യമായ ഒരു രംഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകാം എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവനെ ഇഷ്ടപ്പെട്ട മനുഷ്യനെ, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവളെ കിട്ടിയില്ലെങ്കിൽ മരിക്കാനും മനുഷ്യന്മാർ തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണ്. നോക്കൂ നിങ്ങൾ, ഈ അടുത്ത ദിവസം നമ്മുടെ സമീപ പ്രദേശത്ത് നമുക്കറിയാം ഒരു 18 വയസ്സുകാരിയും ഒരു 19കാരനും. എന്തായിരുന്നു കാരണം? ഇതായിരുന്നു അദമ്യമായ പ്രായം. ആ പ്രേമം തനിക്ക് ഇഷ്ടപ്പെട്ടവന് കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പെൺകുട്ടി ജീവൻ ഒടുക്കി. അവസാനം തനിക്ക് വേണ്ടി മരണപ്പെട്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി ആ 19കാരനും ജീവൻ ഒടുക്കിയാണ്. എന്ന് പറഞ്ഞാൽ പ്രേമം അതിന് കവിഞ്ഞ ഒരു രംഗത്തേക്ക് മാറുകയും ഒരു വികാരത്തിലേക്ക് മാറുകയും എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നും ചരിത്രവും അതുപോലെ തന്നെ ശാസ്ത്രവും നമ്മുടെ അനുഭവവും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത് പ്രേമത്തിന്റെ ഒരു മൂർധന്യഘട്ടത്തിൽ സ്ത്രീ പുരുഷന്മാരിൽ പ്രത്യേകിച്ചും യുവാക്കളിലും യുവതികളിലുമെല്ലാം ഒരു പ്രത്യേകതരം ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന പറയുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു തരം ഹോർമോൺ. ഈ ഡോപ്പമിൻ ഉത്പാദിപ്പിക്കുന്നതോടുകൂടി ഈ യുവതിയിലും യുവാവിലും ഉണ്ടാകുന്നത് ഒരു പ്രത്യേകതരം അന്ധത രൂപപ്പെടുക. താൻ ഉദ്ദേശിക്കുന്ന തന്റെ ആ കാമുകത്വം ലഭിക്കാൻ, തന്റെ കാമുകനെ ലഭിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇത്തരം ആളുകൾ ചെയ്യുമെന്നാണ് പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരുടെ ശ്രദ്ധ മുഴുവനും ഇത്തരം യുവതി യുവാക്കളുടെ ശ്രദ്ധ മുഴുവനും താൻ ലക്ഷ്യം വെക്കുന്ന തന്റെ യുവാവിനെയോ തന്റെ യുവതിയോ നേടുക എന്നുള്ളത് മാത്രമായിരിക്കും. തന്നെ പോറ്റി വളർത്തിയ 10-20 വർഷക്കാലം തന്നെ പോറ്റി വളർത്തിയ, തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രൂപത്തിൽ തന്നെ പോറ്റി വളർത്തിയ തന്റെ മാതാപിതാക്കളെ കാണുവാൻ ഇത്തരം ആളുകൾക്ക് അവിടെ കണ്ണുണ്ടാവുകയില്ല. അവർക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, തന്റെ മക്കൾക്ക് വേണ്ടി ഒരു ജീവിതത്തിന്റെ ആയുസ് നീക്കി വെച്ചിരിക്കുന്ന, വളരെയധികം സ്നേഹിക്കുന്ന തന്റെ മാതാപിതാക്കളുടെ കണ്ണീര് അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമാവുകയില്ല. അവർക്ക് പടച്ചവൻ ഒരു പ്രശ്നമല്ല, മതം ഒരു പ്രശ്നമല്ല അവരുടെ മുമ്പിൽ, അവരുടെ കുടുംബം ഒരു പ്രശ്നമില്ല, ആളുകൾ കാണുന്നത് പ്രശ്നമില്ല, ആളുകൾ അറിയുന്നത് ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അവരുടെ മനസ്സുകളിൽ, അവരുടെ ശരീരത്തിൽ ഈ ഡോപ്പമിൻ ഉത്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ കൃത്രിമമായിട്ടുള്ള ഡോപ്പമിൻ ഉത്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെയൊക്കെ നിങ്ങൾ പത്രത്തിൽ, ഇന്നലെയൊക്കെ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. കോട്ടയത്ത് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കന്മാരായിട്ടുള്ള ആളുകൾ സ്വന്തം സഹപാഠികളോട് കാണിച്ചിരിക്കുന്ന ക്രൂരത, മദ്യത്തിന്റെയും ലഹരിയുടെയും വെളിച്ചത്തിൽ റാഗിംഗ് എന്ന പേരിൽ ഇത്തരം ആനന്ദങ്ങൾ കണ്ടെത്തുവാൻ ഇത്തരം ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അമിതമായ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ശരീരത്തിൽ അവരിൽ ഉണ്ടാക്കുന്ന ഈ ഡോപ്പമിന്റെ ഉൽപാദനം വർദ്ധിക്കുകയും അവരുടെ മുന്നിൽ ഒരു കവിതാവും കാമുകനും കാമുകയും അവരുടെ ലക്ഷ്യം ആര് തന്നെ എന്ത് പറഞ്ഞാലും അവരുടെ മുന്നിൽ പ്രശ്നമില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ 2 മാസമായി കണ്ട് പരിചയപ്പെട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയുമായി അവര് എന്തിനും തയ്യാറാണ്. എന്തിനേറെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടികളുള്ള സഹോദരിമാർ പോലും, കുട്ടികളുള്ള പുരുഷന്മാർ പോലും മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോകുവാനും അവന്റെ കൂടെ ജീവൻ എടുക്കാൻ പോലും തയ്യാറാകുന്ന വലിയ ഒരു വികാരമാണ് പ്രേമം. ഇസ്ലാം ഈ പ്രേമത്തെ അംഗീകരിക്കുകയാണ്. പക്ഷേ അവിടെ ചില നിബന്ധനകൾ അവരെ വഴി തിരിച്ചു വിടുകയാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത്. അതിനെ അടിച്ചൊതുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല.
വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില രംഗങ്ങൾ. ഞാൻ ഓതി വെച്ച ആയത്തിൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്, വലാ തഖ്റബു സിന, നിങ്ങൾ സിന ചെയ്യരുത് എന്നല്ല അല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അല്ല പറഞ്ഞത്. അല്ലാഹു എന്താ പറഞ്ഞത്? നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഈ പ്രേമത്തിന്റെ അവസാന ഘട്ടം എന്താ? അത് കാമമാണ്, അത് ലൈംഗിക വേഴ്ചയാണ്. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ വിളിച്ചു പറയുകയാണ്, ഒരു കലാലയത്തിന്റെ മുമ്പിൽ ഉച്ച സമയത്തും അതുപോലെ തന്നെ സ്കൂൾ വിട്ട സമയത്തും അവരുടെ ഇടവഴികളിലൂടെ നടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. അത്രയും കാമകേളികളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ തൊട്ടടുത്ത കലാലയങ്ങളിലും പല സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തല താഴ്ത്തി പോവുകയാണ്. അദ്ദേഹം ഒരു ഹദീസ് സൂചിപ്പിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഈ ലോകത്തിന്റെ അവസാനം വരുമ്പോ വഴികളിൽ വെച്ച് ആളുകൾ രമിച്ചുകൊണ്ടിരിക്കും. ആ കാലഘട്ടങ്ങളിലുള്ള ഏറ്റവും മാന്യനായ ഒരു മനുഷ്യൻ അവരോട് പറയണ്ട, നിങ്ങൾക്ക് ഈ പണി ആ മതിലിന്റെ അപ്പുറത്തേക്ക് പോയി ചെയ്തുകൂടെ എന്നേ പറയുന്ന ആ ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതിലേക്ക് അടുക്കാവുന്ന എന്തെല്ലാം ഉണ്ടോ, വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ, വളരെ മ്ലേച്ഛമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു രംഗത്തിലൂടെ പോകുമ്പോ നമ്മുടെ മക്കൾ പടച്ചവൻ കാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മക്കൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സഹോദരിമാരെ, ഇന്നൊരു വിവാഹത്തിന്റെ വേളയിൽ അവിടെ നടത്തുന്ന വിവാഹ കാർമ്മികത്വം വഹിക്കുന്ന ഖതീബാണെങ്കിലും അവിടെ കൈ പിടിച്ചു കൊടുക്കുന്ന എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്ന പിതാവാണെങ്കിലും ആത്മാർത്ഥമായി സത്യസന്ധമായി അവനത് പറയാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ അപകടകരമായ ഒരു സ്ഥിതിയാണ് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹാനായ അഹമ്മദ് ഷൗക്കി ഈ ഓരോ ഘട്ടങ്ങൾ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, അത് മോശമാണ് എന്ന് പറഞ്ഞ ഇതിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ആദ്യം ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുക? നളറത്തുൻ ഫബ്തിസാമത്തുൻ ഫസലാമുൻ ഫകലാമുൻ ഫമൗഇദുൻ ഫലികാഉൻ ഫഫിറാഖു യകൂനു ഫീഹി ദവാഉൻ ഔ ഫിറാഖു യകൂനു മിനൽ ദാവ്. വളരെ കൃത്യമായി അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ഈ രംഗങ്ങൾ ഉണ്ടാകുക? നളറത്തുൻ, ആദ്യം ഒരു നോട്ടമായിരിക്കും, സ്ത്രീയും പുരുഷനും ആദ്യം ഒരു നോട്ടമായിരിക്കും, പിന്നീട് അത് എന്തിലേക്ക് മാറും? ഫബ്തിസാമ, പിന്നീട് അതൊരു പുഞ്ചിരിയിലേക്ക് മാറും. വളരെ കൃത്യമാണ്. ഫസലാമുൻ, പിന്നീട് സംസാരങ്ങളായി മാറും. ഫമൗഇദുൻ, പിന്നീട് അവരോട് ചില കരാറുകൾ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ വിവാഹം ചെയ്യാം, നീ എന്നെ വിവാഹം കഴിക്കുമോ, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളായിരിക്കും. ഫലികാഉൻ, പിന്നീട് കണ്ടുമുട്ടാനുള്ള അവസരങ്ങളായിരിക്കും അവർ ഉണ്ടാക്കുക. വളരെ കൃത്യമായി ഇതിന്റെ സ്റ്റെപ്പ് പറയാം. ഫഫിറാഖു യകൂനു ഫീ ദവാഉൻ, എന്നിട്ട് അവസാനം എന്താ ഉണ്ടാകുക? ഫഫിറാഖു യകൂനു ഫീ ദവാഉൻ, അത് അവസാനം അത് അവർക്കൊരു മരുന്നായി തീരുകയും ചെയ്യും. അവർ വേർപിരിയൽ ഒരു മരുന്നായി തീരും. അങ്ങനെ പറഞ്ഞത്. അവസാനം അവർ വേർപിരിഞ്ഞു കഴിഞ്ഞാലോ പിന്നീട് അവർക്കൊരു രോഗമായി മാറുകയും ചെയ്യും. കമിതാക്കളുടെ അവസ്ഥകളൊക്കെ പരിശോധിച്ച് നോക്കേണ്ടി ഇങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞത്, ഇസ്ലാമികമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ തയ്യാറാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, പ്രത്യേകിച്ചും യുവാക്കളെ, യുവതികളെ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മയുടെയും നമ്മുടെ ഉപ്പയുടെയും കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകരുത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഇല്ലേ? വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ തീരുമാനം എന്താ? നിങ്ങൾ പടച്ചവനെ ആരാധിക്കണം. അത് അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ്, അള്ളാഹുവിന്റെ വിധിയാണത്, അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനുശേഷം പറഞ്ഞത് എന്താ? നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം. നിങ്ങളെ പോറ്റി വളർത്തിയ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മളുടെ മാതാവിനെയും പിതാവിനെയും, നമ്മുടെ ജന്മത്തിന് കാരണമായ മാതാവിനെയും പിതാവിനെയും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട്, വിഷമിപ്പിച്ചുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങൾ കോളേജുകളിൽ പഠിക്കുന്നവരായിരിക്കാം, വലിയ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തെ
വഷളാക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രേമ വിവാഹങ്ങളിൽ 90% നിങ്ങൾ പഠനം നടത്തി നോക്കുക. 90% വിവാഹങ്ങളും പരാജയമായിരിക്കും. അവർ കയ്പുനീര് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രേമിച്ചവനും പ്രേമിച്ചവളും കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ സംശയരോഗികളായി മാറും. നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു നോക്കുക, ഏറ്റവും വലിയ സംശയരോഗികളായി മാറും. ഇത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയും തൃപ്തിപ്പെട്ടുണ്ടാക്കിയ ആ കല്യാണമായിരിക്കണം നിങ്ങൾക്ക് ഉചിതമെന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയാണ്, കുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ, യഉദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അവർ ചിമ്മട്ടെ. നോക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളിലേക്ക് നോക്കാൻ പാടില്ല, നോക്കാൻ പാടില്ലാത്തവരെ നോക്കാൻ പാടില്ല. ആദ്യം നോട്ടമാണ്. ഇല്ലേ, നേരത്തെ സൂചിപ്പിച്ച പോലെ നോക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന. അവരുടെ ലൈംഗിക വിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കട്ടെ. അതാണ് കേട്ടോ മാന്യന്മാർക്ക് നല്ലത്. എത്രയും നല്ല പ്രയോഗം നോക്കുന്നത്, എത്ര നല്ല പ്രയോഗ. നമുക്ക് തന്നെ മോശമാണ് ഇല്ലേ? ഈ പ്രേമത്തിൽ പെട്ടുപോയിരിക്കുന്ന ആളുകൾക്ക് പോലും ആളുകളുടെ മുമ്പിൽ തല ഉയർത്തിക്കൊണ്ട് പോരാൻ പറ്റൂല. മാന്യമായ ഒരു നിക്കാഹ് അവിടെ നടക്കൂല. നിങ്ങൾ ആലോചിച്ച്, ഏത് മനുഷ്യനാണെങ്കിലും ഏത് ചെറുപ്പക്കാരനാണെങ്കിലും ചെറുപ്പക്കാരികളും വാസുക്കാലവും അള്ളാഹുവിന്റെ പദം പോലും വളരെ ശിക്ഷ. നിങ്ങൾക്ക് മാന്യന്മാർക്ക് നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. ഇന്നല്ലാഹു ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നവരാണ്. സ്ത്രീകളോടും പറഞ്ഞു, സഹോദരിമാർ ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്നും മഫ്ത ഇട്ട് പോകുന്ന ചില പെൺകുട്ടികൾ കോളേജിന്റെ ക്യാമ്പസിലെത്തിയാൽ മഫ്ത ഊരി വെക്കുകയും അവിടെ ആടാനും പാടാനും വേണ്ടാത്തരത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളോട് കൂടിയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ 30-31 ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. വകുല്ലിൽ മുഅ്മിനാത്ത്, നബിയെ പറഞ്ഞു കൊടുക്കുക, വിശ്വാസിനികളായ സഹോദരന്മാരോട് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, യഉദൂന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ ചിമ്മട്ടെ. യുവാക്കന്മാരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, അവരോട് മാന്യമായി കൊണ്ടേ പെരുമാറാൻ പാടുള്ളൂ. നിങ്ങൾ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. സഹോദരിമാരോട് കൃത്യമായി ഒന്നുകൂടി അല്ലാഹു വിശദീകരിച്ചുകൊണ്ട് പറയാം, പുരുഷന്മാരെ പോലെയല്ല സഹോദരിമാർ. അവരുടെ നിമ്നോന്നതകൾ, ശരീരത്തിന്റെ നിമ്നോന്നതകൾ പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലാണ് പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷ ശരീരം കണ്ടാൽ ഒരു സ്ത്രീക്ക് വികാരം ഉണ്ടാകില്ല, നേരെ തിരിച്ചാണെങ്കിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രത്യക്ഷമായ ഭാഗങ്ങളല്ലാതെ നിങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. ഖുർആൻ പറയാൻ, അവരുടെ മാറിടങ്ങളിലൂടെ അവരുടെ മക്കളെ അവർ താഴ്ത്തിയിടട്ടെ. അള്ളാഹു അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണമെന്ന് പറയാത്തത്? നമുക്കറിയാം, ശരീരപ്രകൃതി അങ്ങനെയാണ്. സ്ത്രീയുടെ ശരീരം മറ്റു രൂപത്തിലാണ്, പുരുഷനെ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാറിടങ്ങളിലൂടെ അവരുടെ മക്കളകൾ താഴ്ത്തിയിടണമെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. വീണ്ടും അല്ലാഹു പറയുന്നു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന. ഈ സൂറത്ത് നൂറ് നമ്മുടെ സഹോദരിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അങ്ങനെയായിരുന്നതാ. പെൺകുട്ടികൾ പഠിക്കണം. സൂറത്ത് നൂറിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഈ ആയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലല്ലാതെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം അല്ലാഹു പറയുന്നത് എന്താ അറിയാം? വതൂബൂ ഇലല്ലാഹി ജമിഅ, എല്ലാവരും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ മക്കള് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്ക് കൺകുളിർമ കിട്ടണം എന്നുള്ളത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന സംഗതിയാണ്. നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺകുട്ടികളും അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ മക്കളും യുവാക്കളും ശ്രദ്ധിക്കുക. പടച്ച തമ്പുരാന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. നമുക്ക് സ്നേഹിച്ച് കല്യാണം കഴിക്കാം, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും, ഒരു യുവാവും യുവതിയും പാലിക്കേണ്ടുന്ന മര്യാദയുണ്ട്. അതിർവരമ്പുകൾ കടക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഒരു പുരുഷനെ നമുക്ക് ഇഷ്ടപ്പെട്ടു, ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, പ്രഥമ ദൃഷ്ട്യ ഇഷ്ടപ്പെട്ടെങ്കിൽ തന്റെ ഉപ്പയോടൊന്ന് പറയാം, തന്റെ വലിയനോടൊന്ന് പറയാം, ഇന്ന പുരുഷൻ എനിക്ക് ഇഷ്ടമാണ്.
അവർ ചാറ്റിംഗ് നടത്തിയിട്ടില്ല. അവർ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടില്ല. ഒരു ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ല. ഒരു പാർലറിൽ പോയിരുന്ന് അവർ ഐസ്ക്രീം കുടിച്ചിട്ടില്ല. അവർ വേണ്ടാത്തതൊന്നും അവർ ചെയ്തിട്ടില്ല. എങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കും. ഒരു പുരുഷനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതിരുകൾ ലംഘിക്കാത്ത സ്നേഹമാണെങ്കിൽ ഏത് യുവാക്കൾക്കും യുവതികൾക്കും കല്യാണം കഴിക്കുന്നതിന് എതിരല്ല. അതിര് വിടുന്നതാണ് ഇസ്ലാം എതിർത്തിരിക്കുന്നത്. അത് കൃത്യമായി നമ്മുടെ ബോധമുണ്ടാക്കുക. നമുക്ക് അതിര് വിട്ടുള്ള സ്നേഹവും പ്രേമവും അത് ഇസ്ലാം അനുവദിക്കുന്ന സംഗതിയല്ല. എന്നാൽ അതിര് വിട്ടുകൊണ്ട് പരിധി വിട്ടുകൊണ്ട് യാതൊരു പരിധിയുമില്ലാതെ നമുക്ക് സ്നേഹിക്കാം. യാതൊരു പരിധിയുമില്ലാതെ നമുക്കൊന്നാകാം. യാതൊരു പരിധിയുമില്ലാതെ നമുക്ക് ജീവിതത്തെ ആസ്വദിക്കാം. ഇതിനു ശേഷം നമ്മുടെ ഇണകളൊത്ത് ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. സൂറത്ത് റൂമിലെ 21-ാമത്തെ വചനം സാധാരണ വിവാഹത്തുകളിൽ നമ്മൾ കേട്ടവരാണ്. നിങ്ങൾക്കിടയിൽ പ്രേമം, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതാ, വിവാഹത്തിന് ശേഷം നമ്മുടെ ഇണകളെ പ്രേമിക്കണം, ഇഷ്ടപ്പെടണം. അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ആ ആളുകളെ, ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിക്കലല്ല, കഴിച്ചവരെ ഇഷ്ടപ്പെടുകയും അവരെ പ്രേമിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അല്ലാഹു നമ്മുടെയൊക്കെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ അങ്കുരിപ്പിച്ചിരിക്കുന്ന ഒരു വികാരമാണ് പ്രേമം. ആ പ്രേമം നമ്മുടെ ഇണകളുടെ എന്തൊരു ആനന്ദ. അങ്ങനെ വരുന്ന മാതാപിതാക്കൾ അങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്. നമ്മളായിരിക്കണം റോൾ മോഡൽ. എന്തിനും നമ്മുടെ മക്കൾക്ക് നമ്മളായിരിക്കണം റോൾ മോഡലുകൾ. അങ്ങനെ നിങ്ങൾ ബാപ്പയും ഉമ്മയും സ്നേഹിച്ചു നോക്കൂ. പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ സ്നേഹവും പ്രേമവും കാണിച്ചു കൊടുക്കണം. ഇല്ലേ, നിന്റെ ഭാര്യയുടെ വായിൽ നീ ഒരു ഉരുള വെച്ച് കൊടുക്കുന്നത് അത് പുണ്യമാണ്. അത് മക്കൾ കാണാൻ നമ്മൾ ചെയ്തു നോക്കണം. നിങ്ങൾ നോക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഭാര്യയുമായി, നിന്റെ ഇണയുമായി നീ രമിക്കുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും പുണ്യമുണ്ട് എന്ന് റസൂൽ പറയാ. സ്വതക്കയാണ്, കൂലിയുണ്ട്. ഇതാണ് ഇസ്ലാം. അതെ, ആ ലൈംഗികതയെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചുവിടാനാണ് അള്ളാഹു അവന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായ ബോധ്യമുണ്ടാക്കുക. നമ്മൾ ഒരു മാന്യന്മാരായിക്കൊണ്ട് ജീവിക്കുക. എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഒരു മാന്യന്മാരായി ജീവിക്കുക. നമ്മൾ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരികളെ നമ്മൾ കാരണത്താൽ, ഞാൻ കാരണത്താൽ, എന്റെ ഉപ്പയും, ഞാൻ ആവർത്തിച്ച് പറയുന്നതാ, പലരും തല താഴ്ത്തി കണ്ണീരോടുകൂടി വിവാഹത്തിന് ഒരു നോക്കുത്തിയായി നിൽക്കുന്ന പിതാക്കന്മാരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യാ? ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പോകരുത്. നമ്മളെ ഇഹവും പരവും നശിപ്പിച്ചു കളയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദത്ത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ശഅബാൻ 14, നാളെ ശഅബാൻ 15. ശഅബാൻ 15-ന് നമ്മുടെ നാട്ടിൽ ബറാത്ത് എന്നത് ഒരു ആചാരവും ഒരു പ്രത്യേകമായ നോമ്പും ആരാധനകളും 3 യാസീനൊക്കെ ഓതുന്ന ഒരു പതിവ് ചില ആളുകളിലുണ്ട്. ഈ 3 യാസീൻ ഓതുന്നതിന് 3 ലക്ഷ്യങ്ങളാണ് അവർ പറയാറുള്ളത്. ഒന്നാമത്തെ യാസീന് നമുക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ യാസീന് നമുക്ക് റിസ്കിന് വിശാലത കിട്ടാൻ വേണ്ടി, ഭക്ഷണത്തിന്റെ വിശാലത കിട്ടാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ യാസീന് നമ്മുടെ പര്യവസാനം, ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നത് ശഅബാൻ 15-നാണ് എന്ന ഒരു അഭിപ്രായത്തിന് വിളിച്ചിട്ടാണ്. സൂറത്ത് ദുഹാനിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഒരു അനുഗ്രഹീതമായ രാവിലാണ് നാം അതിനെ ഇറക്കിയിരിക്കുന്നത്. ഇന്നാ കുന്നാ മുൻദിരീൻ,
തീർച്ചയായിട്ടും നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നവരുമാണ്. അപ്പൊ ഈ ആയത്തിനെ ഒരായത്തിനെ മറ്റൊരായത്ത് കൊണ്ട് വിശദീകരിക്കലാണ് ഖുർആന്റെ ഏറ്റവും വലിയ ഒരു ശൈലി. ഇപ്പൊ വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നത് ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ കൃത്യമായി അൽബഖറയിൽ പറഞ്ഞതാണ്. ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് റമദാൻ മാസത്തിലാണ് എന്ന കാര്യം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പിന്നെ എന്നാണ് ഇറങ്ങിയത്? അത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നു. ലൈലത്തുൽ ഖദ്ർ എന്ന ശഅബാൻ 15-നാണ് അല്ലല്ലോ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ, സ്വഹീഹായ നിരവധി ഹദീസുകളിൽ കൃത്യമായി സൂചിപ്പിക്കുന്നത് റമദാനിന്റെ അവസാനത്തെ 10-ലാണ്, അവസാനത്തെ ഒറ്റ രാവുകളിലാണ് എന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ചില ലൈഫായ ഹദീസുകളുടെ വെളിച്ചത്തിലാണ് ശഅബാൻ 15 ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇമാം ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ 1-ാം വാള്യത്തിൽ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പ്രസിദ്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ഹദീസുകളും ഫീ ഫളായിലി ആദിഹിൽ ലൈല, ഈ രാത്രിയുടെ ശ്രേഷ്ഠതയെ കുറിച്ച്, അഥവാ ലൈലത്തുൽ നിസ്ഫു ശഅബാൻ, ശഅബാൻ 15-ന്റെ രാവിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ പറയുന്ന, ശ്രേഷ്ഠതകൾ പറയുന്ന എല്ലാ ഹദീസുകളും ബാത്തിലുൻ കദിബുൻ, അത് അസത്യമായ ഹദീസുകളാണ്, കദിബൻ കള്ള ഹദീസുകളാണ്, ലാ അസ്ല ലഹു ഒരു അടിസ്ഥാനവുമില്ലാത്ത സംഗതിയാണത്. വൈൻ വഖ, അദ്ദേഹം പറയാണ്, വൈൻ വഖ ഫീ ബാദി കുതുബിൽ അക്കാബീർ, എന്നാൽ മഹാന്മാരായ ചില ആളുകളുടെ കിതാബുകളിൽ ഇങ്ങനെ പരാമർശമുണ്ട്. ഇതുപോലെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതുണ്ട് എങ്കിൽ പോലും, അതല്ലാത്ത പണ്ഡിതന്മാരുടെ റിപ്പോർട്ടുകളിൽ ഉണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ ഹദീസുകളും ബാത്തിലാണ്, നിരർത്ഥകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ശഅബാൻ 15-ന്റെ ദിവസം അന്ന് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുകയോ, അന്ന് പ്രത്യേകമായ സ്വലാത്ത് ചൊല്ലുകയോ, അന്ന് പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലുകയോ, അന്ന് പ്രത്യേകമായി യാസീൻ ഓതുകയോ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തീരുമാനാകട്ടെ. നമ്മൾ ചെയ്ത എത്ര ചെറിയ സൽപ്രവർത്തനങ്ങളാണെങ്കിലും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എത്ര വലിയ പാപങ്ങളാണെങ്കിലും റഹ്മാനായ തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തീരുമാനാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാർക്ക്, സഹോദരികൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മുമ്പേ വിട പറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, സഹോദരികൾ റഹ്മാനായ തമ്പുരാനെ അവർക്ക് ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. തമ്പുരാനെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ നജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.